ഇതാരത് ഈ നേരത്ത്? ആ നീയാ? എന്ത് ഈ നേരത്ത്? അപ്പൊ എന്താടി നീ ഒറ്റയ്ക്ക്? അവൻ വന്നില്ലേ? ഇല്ല, ഞാനും മോനും മാത്രമേ വന്നുള്ളൂ. ഏയ് അതെന്തേടി? ഏയ് എന്തേടി? ഒന്നുമില്ല, കൊറേ നാളായില്ലേ വന്നിട്ട്, അതുകൊണ്ടാ. അതിന് ഈ സന്ധ്യ നേരത്താ? അതിനിപ്പോ എന്താ? ഒന്നുമില്ല, ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമേ. ഓക്കെ. ആ നീ എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ. ആ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാടി പൊന്നിയേ. അമ്മയ്ക്ക് വെള്ളം കൊടുക്കാട്ടാ. നീ എന്തിട്ടടി ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ല. നീ എന്താടി കുട്ടീനെ ഇങ്ങനത്തെ ഡ്രസ് ഇടിച്ചു കൊണ്ടുവന്നേ? ഒന്നുമില്ല, അവൻ അവിടെ കളിച്ചോണ്ട് നിക്കായിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരാ. എന്താ കാര്യം? എന്തൊക്കെയുണ്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങള്? ഓ, വിശേഷങ്ങളൊന്നും ഇപ്പൊ പറയണ്ടമ്മ. എന്താ കാര്യം? കാര്യം എന്താ വെച്ചാ പറയ്. അയാള് ശരിയല്ലമ്മ. അയാൾക്ക് വേറെ അഫയർ ഒക്കെ ഉണ്ട്. അത് ചോദിച്ചാൽ അയാൾ എന്നെ തല്ലി. അതിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിപ്പോ അവന്റെ കൂടെ ജോലി ചെയ്യണ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. കൂടെ ജോലി ചെയ്യുന്നൊന്നും അല്ലമ്മ. ഞാൻ അവരുടെ മെസ്സേജ് ഒക്കെ കണ്ടതാ. ഞാൻ മനക്കിട്ട് പോന്നതാ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. പിന്നെ അവിടുത്തെ അമ്മ, ഞാൻ എന്ത് ചെയ്താലും കുറ്റം ഒഴിഞ്ഞിട്ട് നേരെയില്ല. ഇനി ആ ബന്ധം ശരിയാവില്ല. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അതെ, ഒരു കുടുംബാവുമ്പോ പല കാര്യങ്ങളും ഉണ്ടാവും. അതെ, ആണുങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെ പല ഇതുണ്ട്. അതിപ്പോ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ആവും. നീ മറ്റുള്ളവര് പറയണത് കേട്ടിട്ട് തുള്ളാൻ നിക്കണ്ട. അമ്മ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നേ? അമ്മയ്ക്ക് എന്നെക്കളി വിശ്വാസായാലയാ? നല്ലൊരു ബന്ധം കിട്ടിയതല്ലേ നിനക്ക്? നല്ല കാശും നല്ല ജോലിയും നല്ലൊരു ബന്ധം കിട്ടിയത്. ഇതൊക്കെ കളഞ്ഞിട്ട് വരാൻ വേഗം ഇരിക്കും. എന്റെ അമ്മ, അയാൾക്ക് കാശ് മാത്രമേ ഉള്ളൂ. എന്നോട് ഒരു തരി സ്നേഹമില്ല അയാൾക്ക്. എന്നോട് മാത്രമല്ല, കൊച്ചിനോടും. സ്നേഹമില്ലാഞ്ഞിട്ടാണോ നീ 3 വർഷം അവന്റെ കൂടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് ഞാൻ നിങ്ങളോട് പറയാതിരുന്ന ഞാൻ ചെയ്ത തെറ്റ്. അതെ, ആണുങ്ങളാവുമ്പോ ചെളിയ ചവിട്ടിന്നിരിക്കും, വെള്ളം കാണുന്നിടത്ത് കഴുകിന്നിരിക്കും. അതൊക്കെ ആണുങ്ങളായ പതിവാ. പിന്നെ അവൻ വല്ല പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോണ്ടെങ്കിലേ അത് നിന്റെ കഴിവേടാ എന്നാ ഞാൻ പറയുള്ളൂ. നീ യാത്രയാവ്, നമുക്ക് പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് നീ ഇവിടെ നിക്ക്, നാളെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കാം. ഞാൻ പോവില്ല, എനിക്ക് വയ്യ അയാളുടെ കൂടെ ജീവിക്കാൻ. എന്തെന്നാ പറയാ ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. അച്ഛൻ വന്നാ ഞാൻ പോവില്ല കേട്ടോ അമ്മ. ഞാൻ പോവില്ല. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നീ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നീ ഇനിയിപ്പോ നിന്റെ ആങ്ങളെ കല്യാണം കഴിഞ്ഞ് ആങ്ങളയുടെ ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കണ കുടുംബല്ല, അവരുടെ കുട്ടിയൊക്കെ ആയിട്ട് പിന്നെ നീ കെട്ടിച്ചു വിട്ട പെൺകുട്ടി ഇവിടെ വന്ന് നിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവണ കാര്യമല്ല. അതൊന്നും നടപടിയാവണ കാര്യമല്ല ഇതൊന്നും. ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? ഞാൻ പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോളാം, നാളെ രാവിലെ ആവട്ടെ, ഞാൻ പൊയ്ക്കോളാം. അതാണ് അമ്മ പറഞ്ഞത്. അതെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഈ അമ്മ തന്നെ ഈ അച്ഛന്റെ കൂടെ എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ കടന്നു പോയത്. അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിന്നെ 1-2 പവൻ തന്നല്ല കെട്ടിച്ചു വിട്ടത്. നിനക്കറിയാലോ നിനക്ക് എത്ര സ്വർണം തന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതൊക്കെ നമ്മള് സഹിച്ചും ക്ഷമിച്ചും നിക്കുക. പിന്നെ ആണുങ്ങളാവുമ്പോ ചിലപ്പോ തൊട്ടൊന്നും പിടിച്ചെന്നൊക്കെ വരും. അതൊന്നും പ്രശ്നമാക്കാൻ നിക്കണ്ട. അമ്മേ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നതെന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ അവൾക്ക് അവളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന് നിന്നാ അവളുടെ വീട്ടുകാർ തന്നെ പറയും കുടുംബത്തിന്റെ മാന്യത, വീട്ടുകാരുടെ സ്വസ്ഥത എന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും തിരിച്ചയക്കും. പിന്നെ ആത്മഹത്യ അല്ലാതെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഓരോ പെൺകുട്ടികളും മരിക്കുന്നത്. അതെനിക്കിപ്പം മനസ്സിലായി. എന്റെ ജീവിതത്തിൽ വന്നപ്പോ എന്റെ വീട്ടുകാർ എനിക്കൊരു സപ്പോർട്ടും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങൾ പറയാ 10-50 പവൻ തന്ന് അവളെ കെട്ടിച്ചു, നല്ല ഭർത്താവ്, ജോലിയുള്ള ഭർത്താവ്, അവളുടെ അഹങ്കാരത്തിന് അവള് തൂങ്ങി മരിച്ചു എന്നേ നിങ്ങളും പറയുള്ളൂ. എന്തായാലും ഞാൻ കാരണം നിങ്ങളുടെ ആരുടെയും കുടുംബത്തിന് സ്വസ്ഥത പോണ്ട. ഞാൻ നാളെ തന്നെ പൊക്കോളാം. പിന്നെ ആരും ഇനി എന്നെ അന്വേഷിച്ചു വരരുത്.